കേട്ടറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ വൈകുന്നത് മൂലം ഉദ്യോഗാർത്ഥികൾക്ക് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായില്ല. അപേക്ഷിക്കാനുള്ള കാലാവധി ഇന്ന് അവസാനിച്ചതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് LP UP PSC പരീക്ഷ നഷ്ടമാകും. PSCക്ക് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടുകയും പരീക്ഷാ ഫലം വേഗത്തിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇനി പരീക്ഷ എഴുതാനാകൂ. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് എന്ത് കാര്യം? ചോദിക്കുന്നത് ഇത്തവണ കേട്ടറ്റ് പരീക്ഷ എഴുതിയ 50,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ്. പരീക്ഷാ റിസൾട്ട് വന്നാൽ ഇത്തവണത്തെ PSC പരീക്ഷ എഴുതാമെന്നതായിരുന്നു ഇവരുടെ പ്രതീക്ഷ. പക്ഷേ കേട്ടറ്റ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഡിസംബർ 29, 30 തീയതികളിലാണ് കേട്ടറ്റ് പരീക്ഷ നടന്നത്. LP UP PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയാണെങ്കിൽ ഇന്നും. DLED BEd കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപക യോഗ്യത പരീക്ഷയായ കേട്ടറ്റ് എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. LP UP PSCക്ക് അപേക്ഷിക്കണമെങ്കിൽ കേട്ടറ്റ് പരീക്ഷ വിജയിക്കണം. റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് മൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാഭവനാണ് കേട്ടറ്റ് നടത്തുന്നത്. ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അധ്യാപകർക്കായിട്ട് സ്പെഷ്യൽ എക്സാം വെച്ചു. അത് അധ്യാപകർക്ക്, സർവീസിലെ അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഓൾക്ക് പാസ്സാൻ വേണ്ടി വേറൊരു എക്സാം വെച്ചത് കൂടി നമ്മളെ എക്സാം ബാക്കിലായി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വിളിച്ചതും എക്സാം നടത്തിയതും. ഈ സർവീസിലുള്ളവർക്ക് ഒപ്പം തന്നെ ഞങ്ങൾ എക്സാം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ റിസൾട്ട് പെട്ടെന്ന് വരുമായിരുന്നു. അതായത് ഒരു ഡിസംബർ മുമ്പ് തന്നെ ഞങ്ങൾ റിസൾട്ട് വരുമായിരുന്നു. പരാതിയുമായി വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി നമ്മളൊരു വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കാണുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് കിട്ടിയ വാക്ക് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ PSC പരീക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാര മാർഗം കാണിച്ചു തരണം എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറ് ഭാഗത്തു നിന്ന് കിട്ടിയത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ PSC പരീക്ഷ എഴുതണ്ട എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ LP UP PSC പരീക്ഷയ്ക്കായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതിനിടെ പ്രായപരിധി കണക്കിലെടുത്ത് അടുത്ത പരീക്ഷയിൽ നിന്ന് പലരും പുറത്താകുന്ന അവസ്ഥയും ഉണ്ടാകും. റിസൾട്ട് എന്ന് വരുമെന്ന കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അറിവുമില്ല. ഇവരുടെ ആശങ്ക അകറ്റണമെങ്കിൽ PSCക്ക് അപേക്ഷിക്കാനുള്ള കാലാവധി നീട്ടണം. കൂടാതെ റിസൾട്ട് വേഗത്തിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 4 വർഷത്തിനു ശേഷമാണ് LP UP തസ്തികകളിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചത്. ഇനി ഒരു അവസരത്തിനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടിയും വന്നേക്കാം. പ്രായപരിധി കണക്കിലെടുത്താൽ അടുത്ത പരീക്ഷയിൽ നിന്ന് പലരും പുറത്താകും എന്നാണ് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം. ചില പ്രതികരണങ്ങളിലേക്ക് കൂടി. എനിക്ക് ഇനി അവസരങ്ങളുണ്ടെങ്കിലും പലരും ലാസ്റ്റ് അവസരമായി കാണുന്ന ഒരു PSC എക്സാമാണ് ഈ വരുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ ഈ കേട്ടറ്റ് എക്സാം എഴുതിയത് കൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കിട്ടും, PSC എഴുതാൻ കഴിയും. അങ്ങനെ പലരും, ധാരാളം അധ്യാപക വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ എക്സാം എഴുതാൻ വേണ്ടി. ഒന്നെങ്കിൽ പരീക്ഷാഭവന് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കീ ഇറക്കിയിട്ട് PSC ഇതിൻ്റെ കാലാവധി കുറച്ചുകൂടി നീട്ടുക, അല്ലെങ്കിൽ PSC ഒരു ആൻസർ കീ ഇറങ്ങിയതിന് ശേഷം ഒരു ആഴ്ചയോളം കുറച്ച് ദിവസം അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം ഈ അധ്യാപക വിദ്യാർത്ഥികൾക്ക് നൽകുക. എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്കായി മാറി കഴിഞ്ഞേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് തന്നെ നമുക്ക് അറിയുന്നില്ല. ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ ബോർഡിനെ പോയി കാണുമ്പോൾ തന്നെ, മന്ത്രിയെ പോയി കാണുമ്പോൾ തന്നെ മന്ത്രിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരവും ആ രീതിയിലാണ് വന്നത്. അതായത് നിങ്ങൾ എഴുതണ്ട എന്നുള്ളത് തന്നെയാണ് വന്നത്. PSCൻ്റെ ഡേറ്റ് നീട്ടി, LP UP PSC നീട്ടി തന്നാൽ മാത്രമാണ് നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ടും കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇപ്പോൾ.